നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ചേറെ കുർത്തിയുണ്ട്. അതിനകത്ത് മീഡിയം ടു ഡബിൾ എക്സൽ ഉണ്ട്, പിന്നെ ബിഗ് സൈസ് ഉണ്ട്. അത് സ്ക്രീനിൽ നോക്കിയാൽ മതി സൈസ് ഏതൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. മീഡിയം ടു ഡബിൾ എക്സൽ ആണെങ്കിൽ M2 ഡബിൾ എക്സൽ എന്ന് എഴുതും. അതിന് മേളിലേക്കുള്ള സൈസ് ഉണ്ടെങ്കിൽ ആ സൈസും കൂടെ കൂട്ടി എഴുതും, M2 അല്ലെങ്കിൽ L2. വലിയ സൈസ് വരുമ്പോൾ L2 ആയിരിക്കും. ചിലത് ബിഗ് സൈസ് മാത്രം ഉള്ളതാണ്, അതായത് ഡബിൾ എക്സൽ തൊട്ട് 50 സൈസ് വരെ. ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ 44 ടു 50 സൈസ് വരെ. സ്ക്രീനിൽ നോക്കിയാൽ മതി, സ്ക്രീനിൽ നോക്കിയിട്ട് എടുക്കാം. ഞാൻ ആദ്യം ഒരു സന്തോഷത്തോടെ ഒരു കാര്യം കാണിക്കട്ടെ. ഞങ്ങളുടെ സോൺ കുർത്തിയാണ്. ഇസബല്ലയുടെ പ്രീമിയം കളക്ഷൻസ് വരും എന്ന് പറഞ്ഞ് റേറ്റ് ഉണ്ട്. പ്രീമിയം കളക്ഷൻസ് എന്ന് പറയുമ്പം അറിയാലോ, റേറ്റ് ഉള്ള കുർത്തിയാണ്. നമ്മുടെ ഓൺ സ്റ്റിച്ചിങ് ആണ്, ഓൺ യൂണിറ്റി ചെയ്യുന്നതാണ്. നമുക്കിപ്പം എന്ത് സാധനം വേണമെങ്കിലും, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ലെഹങ്ക ചെയ്തു. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുന്നത്, ആ കുട്ടീനെ വെച്ചടിച്ച പോലെ ആയിരുന്നു അത് കേട്ടോ. ഞാൻ സ്വയം പുകഴ്ത്തി പറയല്ല, എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തോന്നിയ ഒരു കാര്യമാണ് അത്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിട്ട് കൊച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. അപ്പം നമ്മളുടെ എന്ത് സാധനം വേണമെങ്കിലും, ലെഹങ്ക ആട്ടെ, വെഡ്ഡിങ് ഗൗൺ ആട്ടെ, എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യും, മോഡൽ തയ്ച്ച് തന്നാൽ മതി. അപ്പം ഇത് ഞങ്ങളുടെ ഓൺ യൂണിറ്റി ചെയ്ത കുർത്തിയാണ്. ഇസബല്ലയുടെ പ്രീമിയം കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക്. ഷോപ്പിൽ വരുവാണെങ്കിൽ കാണാം. അത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്, അത് പ്രീമിയം കളക്ഷനാണ്. ഇതാണ് ആദ്യം അതിൻ്റെ ഒരു മോഡൽ ഞാനൊന്ന് കാണിക്കുവാണേ. ഇത് കണ്ടോ, നല്ല കോട്ടണിൽ തീർത്ത സിമ്പിൾ കുർത്തിയാണ്. ഇങ്ങനെ കയ്യിൽ ഇത് രണ്ട് മോഡലിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ കൈക്ക് എന്നാ പറയുന്നത്, കൈക്ക് ഈ ഒരു വർക്ക് വെച്ചിട്ട്, ഒന്ന് കൈക്ക് വർക്ക് വെക്കാതെ. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഈ വർക്ക് വരുന്നുണ്ട്. ഡാമൻ സൈഡിൽ ഈ വർക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്കാണ്. കയ്യിലും ഇങ്ങനെ വരും, ബാക്ക് പോർഷൻ ഇങ്ങനെ ഇരിക്കും. നല്ല ടക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ അഥവാ ഓൾട്രേഷൻ വേണ്ടി വന്നാലും നമ്മൾ റെഡിമെയ്ഡ് കുർത്തി പോലെയല്ല, നമ്മൾ നമ്മുടെ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് പോലെ തന്നെ ഇത്രയും ബാലൻസ് ഇട്ടും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ടക്കൊക്കെ ഇട്ട് എല്ലാം നമ്മുടെ നല്ല ഷേപ്പായിട്ട് തന്നെ കിടക്കും. വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇത്രയും ഓൾട്രേഷൻ്റെ ആവശ്യം വേണ്ടി വരുള്ളൂ. 46-47 ലെങ്ത് ഉണ്ട്. കണ്ടോ, നല്ല കുർത്തിയല്ലേ. അതിൻ്റെ തന്നെ വേറൊരു മോഡൽ സെയിം ആണ്. അതിൻ്റെ വരുമ്പോൾ കയ്യിൽ വർക്കില്ല, ഫ്രണ്ടിലും ബാക്കിലും മാത്രം ഈ ഒരു വർക്ക്. കയ്യിൽ വർക്കില്ല. കയ്യിൽ ഈ ഒരു കട്ട് വർക്ക് പോലെ, മറ്റേ നമ്മുടെ ക്രോഷ്യോ പോലത്തെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു മോഡലും കൂടെ ഉണ്ട് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇത്രയും പോർഷൻ, യോക്ക് പോർഷനിൽ മാത്രം ഈ വർക്ക് വന്നും ചെയ്തിട്ടുണ്ട്. ഞാൻ അതെടുത്ത് വെച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ ഇതേ ഉള്ളൂ. ഇത് ഷോപ്പിൽ വന്നാൽ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് തുണി തന്നെ 600 രൂപയോളം മീറ്ററിന് വരുന്ന മെറ്റീരിയലാണിത്. ഇതും നമ്മളുടെ ഓൺ കുർത്തിയാണ്. പ്യുവർ ബനാറസിയിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. റേറ്റ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, അയ്യോ ഇത്രയും റേറ്റോ എന്ന്. ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിൻ്റെ അല്ല റേറ്റ്, ഇത് മെറ്റീരിയലിൻ്റെ ആണ് റേറ്റ്. സ്റ്റിച്ചിങ്ങിന് അത്രയും റേറ്റ് നിങ്ങൾ ഓർക്കും. ഇപ്പോൾ ഇവിടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ തരണമെങ്കിൽ അയ്യോ ഭയങ്കര റേറ്റ് ആയിരിക്കും, അങ്ങനൊന്നുമില്ല. നോർമൽ, അതായത് നാട്ടുമ്പുറത്തൊക്കെ തയ്ക്കുന്ന ആ റേറ്റ് കിട്ടത്തില്ല, കുറച്ചും കൂടെയൊക്കെ കൂടുതൽ കാണും. പക്ഷേ അപ്പോൾ അത്രയും നല്ല പക്കാ പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ആയിരിക്കും. എന്നും കൊണ്ട് ഭയങ്കര ഓവറായിട്ടുള്ള റേറ്റൊന്നുമില്ല. ഇതിൻ്റെ മെറ്റീരിയലിനാണ് റേറ്റ്. പ്യുവർ ബനാറസിയാണ്. ഇതുണ്ടോ, നല്ല പാർട്ടി വെയർ ആയിട്ട് ഇടാം. സിമ്പിൾ പാർട്ടി വെയർ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇപ്പം നമ്മുടെ മഞ്ജു വാര്യരൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും സിമ്പിളായിടുന്നത്, സിമ്പിൾ പാർട്ടി വെയർ ആയി. പക്ഷെ എന്താ ലുക്ക് അല്ലേ. അങ്ങനെ ഒരു ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ. ഇത് പ്യുവർ ബനാറസിയാണ്, അതുകൊണ്ടാണ് ഈ മെറ്റീരിയലിൻ്റെ പ്യുവർ ബനാറസി ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ നോർമൽ കുർത്തീസ് കാണിക്കുക. ആദ്യത്തെ കുർത്തി ഞാൻ ഇട്ടിരിക്കുന്നത് നല്ലല്ലേ, നല്ല പീച്ച് ഷെയ്ഡ്. ഇത് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ. ഇതാണ് കുർത്തി. എനിക്ക് നേരത്തെ ഡബിൾ എക്സൽ ആയിരുന്നു എൻ്റെ സൈസ്, ഇപ്പോൾ ലാർജായി. ഞാൻ ഡയറ്റൊക്കെ എടുത്ത് മെലിഞ്ഞു. ഇതുണ്ടോ, പക്ഷേ ഉണ്ടല്ലോ, നേരത്തെ കുറേ കാലം മുന്നേ എനിക്ക് ലാർജായിരുന്നേ. ഒരു 5-6 വർഷം മുന്നേ എനിക്ക് ലാർജ് മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ണം വെച്ച് ഡബിൾ എക്സലേ പോയി. ഞാൻ തിരിച്ചു പിടിച്ചു. പച്ചക്കറിയും പഴങ്ങളും മാത്രം കഴിച്ച് തിരിച്ചു പിടിച്ചു. പക്ഷെ മുഖത്തെ വണ്ണം മാത്രം കുറയത്തില്ല. മുഖം എപ്പോഴും ബൊമ്മ പോലെ വീർത്തിരിക്കുക. ഇടിക്കുന്നോ ഇവിടേക്കിട്ട്, ആ ഇങ്ങോട്ട് വാ ഇടിക്കാൻ.
നല്ല സുഖമാണ് കേട്ടോ, നല്ല സുഖം. ഇത് ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല കട്ടിയുള്ള റയോണിൻ്റെ മെറ്റീരിയൽ തീർത്ത് നല്ലൊരു പീച്ച് ഷെയ്ഡ്, സിമ്പിളാണ്, പക്ഷെ നല്ല സുഖമാണ്. കണ്ടാലറിയാമല്ലോ ഇട്ടേക്കുന്നത്, നല്ല സുഖമാണ്. എലഗൻസി എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോ. ഇത് വേറൊരു കുർത്തി, ഫങ്ഷൻ വെയർ കുർത്തിയായിട്ടിടാം. നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണേ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരിത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കോട്ടണിൽ റയോണിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ നമ്മുടെ മറ്റേ ഇതിനെന്നാ പേര് പറയുന്നത്, എന്നാ പേര് പറയുന്നത്, ബ്രൊക്കേഡില്ലേ, ബ്രൊക്കേഡിൻ്റെ ആ ഒരു മെറ്റീരിയൽ. ഇത് റയോണിൻ്റെ തന്നെ മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടിടാം. കയ്യിലും ആ ഒരു വർക്ക് ചെയ്തിരിക്കുക. ഇവിടെ പോട്ട്ലി ബട്ടണും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ലിറ്റഡ് ആണ്. നമ്മളുടെ ആദ്യത്തെ കുർത്തി സ്ലിറ്റഡ് ആയിരുന്നു, രണ്ടാമത്തെ രണ്ടും ആലിയ മോഡൽ കണ്ടായിരുന്നല്ലോ. ഇത് സ്ലിറ്റഡ് ആണ്. ടോപ്പിന് ലൈനിങ് ഉണ്ട്, നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഇട്ടിരിക്കുന്നത്, കുറഞ്ഞ ലൈനിങ് ഒന്നുമല്ല, നല്ല ലൈനിങ് തന്നെ ഇട്ടിരിക്കുന്നത്. ഇതും റയോൺ മെറ്റീരിയലാണ് ഇടാൻ, അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. റയോൺ മെറ്റീരിയലാണ്, ഇത് തളാന്ന് കിടക്കുന്ന റയോൺ അല്ല, കോട്ടൺ തന്നെയാണെന്നേ തോന്നത്തുള്ളൂ, പക്ഷെ നമുക്ക് റയോണിൻ്റെ ഒരു സുഖം കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡാണ് ഉള്ളത്. ലെങ്ത് എന്ന് പറയുന്നത് 47 ലെങ്ത്ത് വരും. 46 എന്ന് കൂട്ടിയാൽ മതി. 47 ഉണ്ടെന്ന് തോന്നുന്നു. പൊക്കത്തിനനുസരിച്ച് ഇടുമ്പോൾ അഡ്ജസ്റ്റബിൾ ആവും. ഇത് വേറൊരെണ്ണം കോട്ടൺ ആണേ. ഇതുണ്ടോ, ഇങ്ങനെ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത കുർത്തിയാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡ്, പിസ്ത ഗ്രീൻ വിത്ത് വൈറ്റ്. ഇത് M2XX ആണ്. 46 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഉണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും, ഫ്രണ്ട് പോർഷൻ ഇതാ നെക്ക് ഇങ്ങനെ. എനിക്ക് തലവേദന എടുക്കുന്നു, ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു, അത്രയ്ക്ക് ആകെ ആക്രമണം കൂടുന്നു. അടുത്തത് ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. നല്ല കുർത്തിയാണ്, നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്, പൗഡർ ബ്ലൂവിൻ്റെ ഡാർക്ക് ഒരു ഷെയ്ഡ്. കോട്ടൺ കുർത്തിയാണ്, സ്ലിറ്റഡ് ആണ്. ഇതുണ്ടോ, ലൈനിങ് ഇട്ടിട്ടുണ്ട്. നല്ല സിമ്പിൾ കുർത്തി, നമ്മളുടെ റെഗുലർ വെയർ, ഓഫീസ് വെയർ എന്ന് പറയല്ലേ, അങ്ങനത്തെ കുർത്തി. അല്ലാതെ വേണമെങ്കിലും ഇടാം. ഇതും നല്ലൊരു റയോൺ കുർത്തിയാണ്. ഞാൻ റയോണിന് പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, റയോണിൻ്റെ ചീപ്പ് മെറ്റീരിയൽ അല്ല, റയോണിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് നല്ല സുഖമാണ്, നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ട് താനും. ഇത് കണ്ടോ, ഇതാണ് അടുത്ത കുർത്തിയെ. ഈ കുർത്തി എനിക്കൊരെണ്ണം വേണം. ഇത് കണ്ടോ, ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്ന എ ലൈൻ അല്ല, സ്ലിറ്റഡ് ആണ്. ബാക്ക് ഇങ്ങനെ, ഫ്രണ്ടിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. റയോണാണ്. കുറേ കുർത്തിയുണ്ട്, എല്ലാം തന്നെ കൂടുതലും റയോൺ ആട്ടോ. റയോൺ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, ഇടാൻ നല്ല സുഖമാണ്. റയോണിൻ്റെ ക്വാളിറ്റി ഉള്ള റയോൺ, അല്ലാതെ ഭയങ്കര ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത്, ഉള്ളിയുടെ തൊലി പോലെ ഇരിക്കുന്ന അങ്ങനത്തെ അല്ല, നല്ല അത്യാവശ്യം കട്ടിയുള്ള റയോൺ. ഇതൊക്കെ ഉണ്ടോ, വർക്ക് വെയർ കുർത്തീസ് എന്ന് വേണമെങ്കിൽ പറയാം, ജോലിക്ക് പോകുമ്പോൾ ഇടാനുള്ള കുർത്തീസ്. ഇവിടെ ഇങ്ങനെ ഒരു പടിയൊക്കെ ചെയ്ത്, ഇത് സിമ്പിൾ കുർത്തി ആട്ടോ, ഒന്നുമില്ല, റയോൺ കുർത്തി എന്നേ ഉള്ളൂ, സിമ്പിളാണ്. ഇവിടെ ഇങ്ങനെ 2-3 ബട്ടൺ ചെയ്തിട്ടുണ്ട്. എ ലൈൻ വന്നിട്ട് ഫ്രണ്ടിൽ മാത്രം ഒരു ചെറിയ സ്ലിറ്റാണ്, ഒത്തിരി വലിയ സ്ലിറ്റ് അല്ല. ഇവിടെ ഇങ്ങനെ ബട്ടൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളറ് നേവി ബ്ലൂ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ റയോൺ കുർത്തിയാണ്. റയോൺ ആണെങ്കിൽ ലൈനിങ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന് ലൈനിങ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനൊരു യോക്ക് ചെയ്തിട്ടുണ്ട്, യോക്ക് പാട്ട് ഇങ്ങനെ വന്ന് ചെയ്തേക്കുന്നത്. ഇവിടേക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ലൈൻസ് പോയിട്ട് വന്നിട്ട് ലൈനിങ് ഇട്ടിട്ടുണ്ട്. ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല, ഒന്നുമില്ല. എല്ലാം സിമ്പിൾ കുർത്തി സൈസ്. M2XX ആണ്. ഇത് ഞാൻ കാണിക്കുന്നതൊക്കെ ചെറിയ സൈസായിരിക്കും, നിങ്ങളത് കാര്യമാക്കണ്ട. ഏതെങ്കിലുമൊക്കെ ഒരു സൈസ് എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല സുഖമാണ് ഇടാൻ. എന്നാ ഇത് തൊട്ട് നോക്കണേ, നല്ല സോഫ്റ്റാണ്. റയോണാണ്, നല്ല റയോണിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ലൈനിങ്ങും കൂടി ഇട്ടിട്ടുമുണ്ട്. റയോണിൻ്റെ ലൈനിങ് ഇട്ടാൽ കോട്ടൺ പോലും തോറ്റുപോകും, അത്ര നല്ലതാണ്. നല്ല ഇതാണ്. ഇതിനെ പറയുന്നത് പാരറ്റ് ഗ്രീന് വന്നിട്ട് ഇങ്ങനെ ഒരു സൈസ്. നല്ല പിടിക്കുമ്പോഴേ നല്ല സുഖം തോന്നും. നമ്മുടെ സിമ്പിൾ കുർത്തിയാണ്, നമ്മളെപ്പോഴും കാണുന്ന കുർത്തിയാണ്. പുതിയ മോഡലെന്ന് പറയുന്നില്ല, നമ്മളെപ്പോഴും ഇത് കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുർത്തി. അതിൻ്റെ തന്നെ വേറൊരു കളറ് കാണിക്കാവേ, എന്നാ രസമാണെന്ന് നോക്ക്. എനിക്ക് എന്നാ ഇഷ്ടമെന്നറിയാം, ഇത് മഞ്ഞക്കിളി, അടിപൊളിയല്ലേ.
നല്ല നല്ല എന്നാ പറയുന്ന ലളിതവുമാണ്, നല്ലത് എന്നാ പറയുന്നത് ഊഷ്മളം എന്നൊക്കെ പറയല്ലേ, അങ്ങനെ പറഞ്ഞ പോലത്തെ ഒരു കളറല്ലേ. കളർ കോമ്പിനേഷൻ വൈറ്റ്, നല്ല പ്യുവർ വൈറ്റ് ബോട്ടം കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മുമ്പേ ആ കണ്ടതിൻ്റെ തന്നെ വേറെ കളറ്. കയ്യലിങ്ങനെ ഇത് ചെയ്തിരിക്കുന്നു. കൈക്ക് എനിക്ക് തോന്നുന്നു എൽബോ ലെങ്ത്തേ ഉള്ളെന്ന് തോന്നുന്നു, നോക്കട്ടെ. എൽബോ ലെങ്ത്താണ് കൈക്ക് കേട്ടോ. സ്ലീവ് എൽബോ ലെങ്ത്താണ്. ഇത് എൻ്റെ കൈയും വലിയ സൈസ്, അതുകൊണ്ടാണ് എൽബോ ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി താഴോട്ടുണ്ട്. എൽബോയ്ക്ക് മേളിലല്ല, എൽബോ ലെങ്ത് എന്ന് പറയാം. ഇച്ചിരി ഒരു പൊടിക്ക് ഇതുണ്ട്. പിന്നെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തി കണ്ടോ. ഇത് വേണേൽ ഫങ്ഷൻ വെയർ ആയിട്ട്. ഇതിൻ്റെ നെക്കാണ് ഇങ്ങനെ ഒരു കോളർ നെക്കാണ്, കണ്ടോ, കാണാമോ നന്നായിട്ട്. കോളർ നെക്കാണ്, ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്, ഒരു സിൽക്കി മെറ്റീരിയൽ. ടിഷ്യൂവിൻ്റെ സിൽക്ക്, ഒരു ടിഷ്യൂ സിൽക്കിൻ്റെ ആ ഒരു സിൽക്കി ഫീലുണ്ട്. ലൈനിങ് ഇട്ടിട്ടുണ്ട്, സ്ലിറ്റഡ് ആണ്. ബാക്ക് നെക്ക് ഇത് കണ്ടോ, ഇങ്ങനെ മടക്കി, കോളർ ഇങ്ങനെ മടക്കി വെച്ച പോലെ ഇരിക്കും. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് ചെറിയ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇടാൻ നല്ല ഇതാണ്. ഇതും റയോൺ കുർത്തിയാണ്, വർക്ക് ചെയ്ത റയോൺ കുർത്തി, നെക്കിൽ വർക്ക് ചെയ്ത നല്ല ഇത് റിങ്കിൾ റയോൺ, വെറും റയോൺ അല്ല, റിങ്കിൾ റയോൺ. എൻ്റെ നെക്കിലെ വർക്ക് കണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക. നല്ല റെഡിഷ് മെറൂൺ, റെഡിഷ് മെറൂണിനെ കഴിഞ്ഞ് ഇച്ചിരി ഡാർക്ക് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കുർത്തി, എല്ലാവർക്കും ഇഷ്ടമുള്ള കളറല്ലേ ഇത്. ആണ് വർക്ക്. എ ലൈനാണ്, റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ. റിങ്കിൾ റയോൺ അറിയാമല്ലോ, ഭയങ്കര കംഫർട്ടാണ് നമുക്കിടാനേ. ലൈനിങ് ഉണ്ട്, ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് താനും. അത്രയും ഹാൻഡ് വർക്കാണ്. അതിൻ്റെ തന്നെ ആഷ് കളറ്, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും. ആഷ് കളറുള്ളവർക്ക് നല്ലപോലെ കളറെടുപ്പ് തോന്നും, കളർ കുറഞ്ഞവർക്കും നല്ല കളർ തോന്നും. ഈ ഒരു ഗ്രേ വർക്ക് സെയിം. ഒത്തിരി കുർത്തിയായി അല്ലേ. കുർത്തി മാത്രമാക്കിയാലോ ഇന്ന്. സാരി കൂടെ കാണിക്കാനുള്ള ആംബിയർ ഉണ്ടെന്ന് എനിക്ക്. ഇനി കാണിക്കുന്നതിനകത്ത് വലിയ സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വേറൊരു കുർത്തി. ഇതെല്ലാം ഈ വർക്ക് വെയർ, ഡെയിലി വെയർ കുർത്തിയാണ്. റേറ്റ് കുറവാണ്, വർക്ക് ചെയ്തതാണ്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോട്ടൺ ആണ്, ഇത് റയോൺ അല്ല, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. സ്ലിറ്റഡ് ആണേ. അതിനായിരുന്നു ഇത് വേറെണ്ണം. ഇത് വലിയ സൈസ് ഉള്ളത് ഉണ്ടോ, 46. ഇത് വലിയ സൈസ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. നോക്കിയിട്ട് സ്ക്രീനിൽ എഴുതിയേക്കാം ഏതൊക്കെ സൈസ് ഉണ്ട്. ഏതൊക്കെ സൈസ് ഉള്ളതെന്നല്ല, ഏത് സൈസ് തൊട്ട് ഏത് സൈസ് വരെ ഉണ്ട് എന്നുള്ളത് എഴുതാം. ഇതും വലിയ സൈസ്. ഇത് വലിയ സൈസ് മാത്രമേ ഉള്ളൂ, ചെറിയ സൈസ് ഇല്ല. അതായത് 44 to 50, 46 തൊട്ട് 50. നല്ല പർപ്പിൾ ഷെയ്ഡ്, റിങ്കിൾ റയോൺ. ഇച്ചിരി ഈ 44 സൈസിലോട്ട് മേളിലോട്ട് വരുന്നവർ അത്യാവശ്യം വണ്ണമുള്ളവരായിരിക്കുമല്ലോ. അവർക്ക് കോട്ടനെ കഴിഞ്ഞ് ഇച്ചിരൂടെ നല്ലത് റയോണിൻ്റെ മെറ്റീരിയലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചും കൂടെ ഒട്ടിക്കിടക്കുമല്ലോ, ഒട്ടിക്കിടക്കുന്നതാണ് നല്ലത്. ഭയങ്കര എന്നാൽ ഒട്ടി അങ്ങ് ഒരുമാതിരി ഇതായിട്ട് കിടക്കത്തുമില്ല, ലൈനിങ് ഇട്ടേക്കുന്നതുകൊണ്ടേ. ഇനി അജ്രക്കിൻ്റെ ഒരു പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നല്ല സുഖമാണ് ഇടാൻ. വലിയ സൈസുകാർക്ക് കുർത്തി കൊണ്ടുവന്നില്ല എന്ന് ഇനി പരാതി പറയണ്ട. ഷോപ്പിൽ വന്നാൽ ഡയറക്റ്റ് വന്നാൽ അല്ലാത്ത. ഇത് ടോപ്പ് ബോട്ടം സെറ്റ്. ടോപ്പ് ഇങ്ങനെ വരും. ഇതും റയോൺ ആണ് മെറ്റീരിയൽ കേട്ടോ. കൈ ഇത് ഇങ്ങനെയാണ്, സ്ലീവ് ഇങ്ങനെ ഒരു സ്ലീവാണ്, നല്ല ഭംഗിയാണ്. ബോട്ടം വന്നിട്ട് പ്ലെയിൻ, ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല. ബോട്ടം ഇങ്ങനെ പ്ലെയിൻ, പോക്കറ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്ന ബോട്ടം. ബാക്ക് എലാസ്റ്റിക്. ഇത് M2 XXL ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, 44 എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ മേളിലോട്ടാണോ താഴോട്ടാണോ ഉള്ളതെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു നല്ലൊരു പ്രിൻ്റ് കൊടുത്തിട്ട് നല്ലൊരു കുർത്തി, ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ. ഇതിലെല്ലാം ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്താ പറയുന്നത്, ഒരു ബുട്ട പോലെ ഒരു വർക്ക് പോലെ പോയിട്ടുണ്ട്. പിന്നെ ഇതും ഇനിയുള്ളത് ടോപ്പ് ബോട്ടം സെറ്റാണ്. ഇത് ഷോളും കൂടെ ഉണ്ട്. ടോപ്പ് ഇങ്ങനൊരു നെക്കാ കണ്ടോ, കോട്ടനാ, പ്യുവർ കോട്ടനാ. കൈ ഇങ്ങനെ വരും. ഇത് ബോട്ടം,
ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ബോട്ടമായിട്ട് വരുന്നത്. അതിൻ്റെ ഷോള് ദേ ഇങ്ങനെ. നമുക്ക് ഇനി ടോപ്പും ബോട്ടം ഷോളും എല്ലാം, ടോപ്പ് മാത്രം എടുക്കുമ്പോൾ ബോട്ടം ഷോളും അന്വേഷിച്ച് പോകുന്നു പാടാന്ന് പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ എനിക്ക് ഇപ്പോഴും ഈ കുർത്തി തന്നെ എടുത്തിട്ട് വേറെ എടുക്കുന്ന, ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എന്തിനല്ലേ, തലവേദനയാണ് ഒന്നാതെ മിണ്ടാതെ വല്ലതും ഇരിക്കുക അല്ലേ. ഞാൻ എന്നോട് തന്നെ പറയുന്ന കേട്ടോ. അടുത്ത ഇത് ടോപ്പ് ബോട്ടം, ഇത് റയോണാണ് കേട്ടോ. ബോട്ടം കണ്ടോ, ബോട്ടം വരുന്നതെല്ലാം ഈ സിഗരറ്റ് ബോട്ടം ഇല്ല, നമ്മുടെ ബുട്ടാനുള്ളതല്ല, ഇങ്ങനെ സൈഡിൽ സ്ലിറ്റ് വരുന്ന ഒരു ബോട്ടം. നമ്മളുടെ ഇപ്പോഴത്തെ ബോട്ടം ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ബോട്ടം, അതാണ്. സ്ട്രെയിറ്റ് ബോട്ടം എന്നല്ല പറയുന്നത്, ആ സിഗരറ്റ് ബോട്ടം. സൈഡിൽ ബുട്ട ഇല്ല, അങ്ങനെ വീനൊക്കെ ഒക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇനി ഇച്ചിരി റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഒരു സിൽക്കി ആയിട്ടുള്ള റയോണാണ്. ഇത് കണ്ടോ. ഇനി വേറൊരെണ്ണം, ഇതും ടോപ്പ് ബോട്ടം. അടിപൊളി കേട്ടോ, നല്ലൊരു കരിമ്പച്ച കളറ്. ഡെയിലി ഇടാൻ നല്ല സുഖമാണ്, നല്ല സിമ്പിളുമാണ്, എന്നാലൊരു ലുക്കൊക്കെ കിട്ടുന്നുണ്ട് തന്നെ. ഇതാണ് ബോട്ടം വരുന്നത്. ഇങ്ങനെ ഫ്രണ്ടിൽ പടി, ബാക്കിൽ ഇത് പോക്കറ്റ്. ഫോണൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ്ടേ, അപ്പോൾ പോക്കറ്റ്. അതിനെന്തിനാണ് ഇത്ര ആക്ഷൻ എന്നല്ലേ ചോദിക്കാൻ വരുന്നത്. ആക്ഷൻ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ കാണിച്ചു. അതുകൊണ്ട് ഇവിടെ കുട്ടി ഇങ്ങനെ വേദന എടുത്തോണ്ടിരിക്കുക. എന്തിനല്ലേ, ചുമ്മാ വേറെ പണിയൊന്നുമില്ല. ഇനി എന്നെ വിട്ടു പൊയ്ക്കൂടെ. ഇത്ര സ്നേഹമാണ്, പ്രണയമാണ് എന്നോട്, എന്നിട്ട് കാര്യമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റ.